നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു തിരക്കിലാണ്. അതായത് ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. എന്നാൽ ട്രംപിന്റെ ഇത്തരമൊരു ടൂർ നടക്കുന്നതിനിടയിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നൊരു ശക്തമായ സന്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിദേശ ഭീഷണികൾ നേരിടുന്നതിനായിട്ട് ഇനിയെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഒരു സന്ദേശം വളരെയധികം പ്രസക്തമാണ്. മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഒരു പ്രസ്താവന അത് ഇറാനുമായിട്ടുള്ള ഭിന്നതകൾ അത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയൻ ഒമാന്റെ ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോഴും ഇറാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, അതായത് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്നുള്ളത്. ഇറാൻ പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം അത് മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പാശ്ചാത്യ ഇടപെടലുകൾ അവയെ നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ഇറാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ആഴ്ച IRGC അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അതായത് ഇറാന്റെ സൈന്യം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന് ഇറാൻ തയ്യാറാണ് എന്നാണ് IRGC അന്ന് വ്യക്തമാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ചില രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തന്നെ UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി സഹകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കൻ സ്വാധീനം അത് കുറയ്ക്കാനായി സഹായിക്കും. അതായത് ഈ രാജ്യങ്ങൾ ഇറാനുമായി സഹകരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും കളത്തിന് പുറത്താകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഭിന്നതകൾ മറന്നും മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് വീണ്ടും ആവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഒമാനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒമാൻ ഒരു നിഷ്പക്ഷ രാജ്യമാണ്. അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിഷ്പക്ഷ രാജ്യമായിട്ടാണ് ഒമാൻ അറിയപ്പെടുന്നത്. ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പല ചർച്ചകൾക്കും ഒമാൻ വേദിയായിട്ടുണ്ട്. ഇപ്പോൾ ഇറാനും ഒമാനും ചേർന്ന് സംയുക്തമായിട്ട് അവരുടെ പ്രതിരോധ സഹകരണം അത് വർദ്ധിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആശങ്കയിലാഴ്ത്തുന്നത് അമേരിക്കയെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, സൗദി, അതുപോലെ തന്നെ UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇറാൻ സഹകരണം വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കണ്ടു തന്നെ അറിയേണ്ടി വരും. അതായത് ഇറാന്റെ ഇത്തരം ശ്രമങ്ങൾ മുസ്ലിം രാജ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നൊരു ശ്രമത്തിൽ ഇറാൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വാർത്ത, ഇസ്രയേലി സേന ഇപ്പോൾ UN സമാധാന സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലബനന്റെ തെക്കൻ പ്രദേശത്ത് അവിടെ വെച്ചാണ് ഇപ്പോൾ ഒരു ആക്രമണം UN സേനയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ഇത്തരമൊരു ആക്രമണത്തിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആർക്കും പരിക്ക് പോലും സംഭവിച്ചിട്ടില്ല. എങ്കിലും ഇതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. UN ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇസ്രയേലി ഭരണാധികാരികളോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. എന്തിന് ഇങ്ങനെ ചെയ്തു, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു, ഏത് സാഹചര്യത്തിലായാലും ശരി UN സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അതുപോലെ തന്നെ UN ചട്ടങ്ങൾക്കും എതിരാണ്. ഇസ്രയേൽ പറയുന്നത് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു, അല്ലാതെ UN സേനയെ ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല എന്നാണ് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ UN സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതിനെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഇസ്രയേൽ അറിഞ്ഞു ചെയ്തതാണോ അറിയാതെ പറ്റിയതാണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.